വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെസ്ലെച്ചസ് മിൽക്ക് കേക്കാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേ ഒന്ന് വാക്സ് പേപ്പറോ ബേക്കിംഗ് ഷീറ്റോ വെച്ച് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുക. ഇനി അതില്ലെങ്കിൽ കുറച്ച് ഓയിൽ തേച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ ഞാനിങ്ങനെ വടിച്ച് മാറ്റുന്നുണ്ട്. ഇങ്ങനെ വടിച്ച് മാറ്റുന്നത് അളവ് കറക്റ്റായി കിട്ടാനാട്ടോ. ഇങ്ങനെയാണ് എപ്പോഴും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അളന്നെടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലോർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ കേക്കിൻ്റെ പൗഡറായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതില്ലാത്തവർക്ക് മൈദ വെച്ച് ചെയ്യുമ്പം ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ അരിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം അരിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 3 മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മുട്ടൻ്റെ വെള്ളം അടിക്കുന്ന പാത്രത്തിൽ ഒരിക്കലും വെള്ളം ഉണ്ടാവരുത്, അല്ലെങ്കിൽ പൊടി ഒന്നും ഉണ്ടാവരുത്. അപ്പോൾ നമുക്ക് നല്ല ബീറ്റായിട്ട് കിട്ടൂല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ 3 മുട്ട വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടൻ്റെ വെള്ളം ഒരു നുള്ളി ഉപ്പിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി മുട്ടൻ്റെ മഞ്ഞയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ പശുവിൻ പാൽ, റൂം ടെമ്പറേച്ചറിലുള്ളതാണ് പാലും മുട്ടയൊക്കെ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര പൊടിച്ചത് 3/4 കപ്പ്. അത് ഒറ്റയടിക്ക് ചേർക്കുന്നില്ല, ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മുട്ടൻ്റെ മഞ്ഞ നല്ല ഒരു പെയിൽ കളറാവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ മുട്ടൻ്റെ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മുട്ടൻ്റെ മഞ്ഞയും റെഡി ആയിട്ടുണ്ട്. ഇനി ഈസിയാണ്, ഇത്രയേ ഉള്ളൂ ആകെ ചെയ്യാൻ. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മുട്ടൻ്റെ മഞ്ഞയിലേക്ക് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ചേർക്കുക. എന്നിട്ട് മെല്ലെ ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്നങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. അതായത് കുത്തി ഇളക്കരുത്. കുറച്ച് ടൈറ്റ് മാവായിരിക്കും ഉപ്പുണ്ടാവുക. പക്ഷെ നമ്മൾ മുട്ടൻ്റെ വെള്ളം ഇനി കുറച്ചായിട്ട് ഇതിലേക്ക് ചേർക്കുമ്പം നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മുട്ടൻ്റെ വെള്ളം ചേർക്കുമ്പോൾ മെല്ലെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്തൊക്കെ വെറുതെ ആയിപ്പോവും. അപ്പോൾ അതാ കണ്ട് ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ തന്നെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഈ ബേക്കിംഗ് ഷീറ്റ് വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒന്നങ്ങ് ടാപ്പ് ചെയ്തിട്ട് ഞാൻ ഇത് ഓവനിലല്ല അടുപ്പത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അടുപ്പത്ത് ഒരു പാത്രം ഒരു 5 മിനിറ്റ് മീഡിയം തീയിലിട്ട് ഒന്നങ്ങ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്കൊരു റിങ് ഇറക്കി വെച്ച് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് ഒരു 45 മിനിറ്റൊക്കെ സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നിങ്ങൾ സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് ഷീറ്റ് വെക്കണം. അല്ല നമ്മൾ ബേക്ക് ചെയ്ത് അതേ പാത്രത്തിൽ തന്നെയാണെങ്കിൽ ബേക്ക് ഷീറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്നൊരു ഫോർക്കോ സ്ക്യൂവറോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്നങ്ങ് കുത്തി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒഴിക്കുന്ന സിറപ്പ് ഇറങ്ങി പോവാനാണ്. ഇനി നമ്മൾ സിറപ്പ് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പശുവിൻ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡില്ലേ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. മധുരം അധികം വേണമെങ്കിൽ അധികം ചേർക്കാം. ഇതൊരു പാകം മധുരം ഉണ്ടാവും. 4 ടേബിൾ സ്പൂൺ. പിന്നെ ഫ്രഷ് ക്രീം 100 ഗ്രാം ആട്ടോ, ഇത് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഫ്രഷ് ക്രീം നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നാട്ടിലെ അമുലിൻ്റെ ഒക്കെ അതാകുമ്പോൾ ഇങ്ങനെ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, ലൂസായിട്ടും ഓൾറെഡി ഉണ്ടാവുക. അപ്പോൾ ഞാനിതൊരു ജഗ്ഗിലേക്ക് ഒഴിക്കുന്നുണ്ട്, ഈസി ആയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ കേക്കിൻ്റെ അടിയത്തെ ഇത് ബേക്കിംഗ് ഷീറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതാ കണ്ട നല്ല പെർഫെക്റ്റ് കേക്കാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ആ മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ നന്നായിട്ട് അത് അബ്സോർബ് ചെയ്യും. ഇനി നമുക്ക് നമ്മൾ ക്രീം റെഡിയാക്കുക. ഈ മിൽക്കിൻ്റെ ഈ മിക്സ് ഉള്ളതുകൊണ്ടാണ് ഇതിന് ഭയങ്കര ഒരു ടേസ്റ്റ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് മിൽക്ക് ട്രെസ്ലെച്ചസ് എന്ന് വന്നത്. മിൽക്കും ഈ 3 ടൈപ്പ് മിൽക്ക് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും കൂടെ ബീറ്റ് ചെയ്തെടുത്തതാണ്. ഇത് ഈ ഒരു നോസിലാണ് കേട്ടോ ഞാൻ പൈപ്പിംഗ് ചെയ്തെടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു ട്രേയിൽ തന്നെ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നേരത്തെ കാണിച്ചു, നിങ്ങൾക്ക് ട്രേ മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ 2 രീതിയിലും ഞാൻ ചെയ്ത് കാണിച്ചു എന്ന് മാത്രം.
അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്, ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോസിൽ ഒന്ന് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവ് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, പിന്നെ പിസ്താഷ്യോ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിസ്ത ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, പിന്നെ കുങ്കുമപ്പൂ കയ്യിലുണ്ടെങ്കിൽ ഇടുക, നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും തന്നെ കിട്ടും. കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡ്രൈ റോസ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം. അതിനുശേഷം കുറച്ച് ഈ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിൽക്കിൻ്റെ മിക്സ് ഒഴിക്കുക, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, വീണ്ടും എടുത്തിട്ട് വീണ്ടും ഒഴിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക കേട്ടോ. ഒരു 2 മണിക്കൂർ മിനിമം ഫ്രിഡ്ജിൽ വെക്കുക. ഇനി കഴിക്കുന്ന സമയത്തും കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.